സേതുമാധവന്റെ മകന്റെ കുട്ടി ജനിച്ചു വീഴേണ്ടത് ഈ വീട്ടിലാ, വാടക വീട്ടിലല്ല. നീ നേരത്തെ പറഞ്ഞില്ലേ 3 മരുമക്കളുടെ അടുത്തും ഞാൻ ഒരുപോലെയല്ലെന്ന്. ഗർഭിണിയായതുകൊണ്ട് ഞാൻ മാപ്പ് കൊടുത്തുന്നു. അതുതന്നെയാ ഇപ്പോഴും ഞാൻ എടുക്കാൻ പോകുന്ന തീരുമാനം. ഈ കുടുംബത്തിലേക്ക് ഒരു കുഞ്ഞിനെ തരാൻ പോകുന്നവളാ നീ. അതുകൊണ്ട് തന്നെ പണത്തിന്റെ കണക്ക് ഞാൻ മറക്കുക. അതിനോടൊപ്പം നീ ഇതുവരെ ചെയ്ത തെറ്റുകളെല്ലാം ഈ ഒരു തവണ കൂടി ഞാൻ എല്ലാം ക്ഷമിക്കുക. ഞാൻ ക്ഷമിച്ചുവെന്ന് പറഞ്ഞാൽ എന്റെ മകൻ നന്ദൻ മുതൽ സ്നേഹ വരെയുള്ള എന്റെ മക്കളും ക്ഷമിച്ചെന്നാ. അങ്ങനെ ക്ഷമിച്ചതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഓഫീസിലെ ഒരു കാര്യത്തിലും നീ ഇനി ഇടപെടരുത്. ഒരു ഫോൺ കോളിൽ പോലും ഓഫീസ് കാര്യങ്ങളിൽ നിന്റെ ഇടപെടൽ ഉണ്ടാകരുത് എന്നാ ഞാൻ പറഞ്ഞത്. അർച്ചനെ, അനൂപിനെ വിളിച്ചു പറഞ്ഞേക്കണം, ഈ വീട്ടിലുള്ളവർ കാരണമുണ്ടായ വിഷമത്തിനൊക്കെ ഞാൻ അനൂപിനോട് ക്ഷമ ചോദിച്ചുവെന്ന്. ആ, അവന്തികയും അനഘയും അകത്തേക്ക് പോകാൻ നോക്കും. വീട്ടിൽ എന്തവസ്ഥയുണ്ടായാലും, പട്ടിണി കിടന്നാലും ശരി, മനസാക്ഷിക്ക് നിരക്കാത്തത് ചെയ്യരുത്. അതാരു പറഞ്ഞാലും. പ്രലോഭനങ്ങളിൽ വീഴാതെ ഉള്ളതുകൊണ്ട് കഴിയാൻ പഠിക്കണം നീ. ഇത് നിന്റെ അച്ഛനെ പോലെ പറയുന്നതാണെന്ന് കരുതിയാൽ മതി. സച്ചി, ഈ ഒരു തവണത്തേക്ക് ടീനോട് ക്ഷമിച്ചേക്ക്. ജോലിന്ന് പറഞ്ഞു വിടുവൊന്നും വേണ്ട. ശരി അച്ഛാ.